നടി കൊട്ടേഷൻ ബലാത്സംഗത്തിൻ്റെ ഇരയായ കേസിൽ ട്രയൽ കോടതിയുടെ വിധി വന്നതിന് ശേഷം 8ാം പ്രതിയുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള മാനിപ്പുലേഷൻ നടന്നിരുന്നു. 8ാം പ്രതിയും അദ്ദേഹത്തെ പിന്തുണക്കുന്ന ആളുകളും വലിയ രീതിയിലുള്ള PR വർക്കിലൂടെ അതിജീവിതയെ അധിക്ഷേപിക്കാനും കൊട്ടേഷൻ ബലാത്സംഗം കേവലം ആരോപണം മാത്രമാണെന്നും അങ്ങനെ ഒരു സംഭവം തന്നെ നടന്നിട്ടില്ല എന്ന രീതിയിലുമുള്ള വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും PR വർക്കുകളും കൊഴുപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. 8ാം പ്രതി അഭിനയിച്ച ഒരു മൂവിയുടെ റിലീസും അതുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങളും കൊഴുപ്പ് കൂട്ടുകയും വീണ്ടും അതിജീവിതയെ ഒറ്റപ്പെടുത്താനുമുള്ള ശ്രമങ്ങൾ സംഘടിതമായി വലിയ രീതിയിൽ നടത്തി വരികയായിരുന്നു. ആ ഘട്ടത്തിലാണ് അതിജീവിത കഴിഞ്ഞ ആഴ്ച സോഷ്യൽ മീഡിയ പോസ്റ്റുമായി രംഗത്ത് എത്തിയത്. നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യരല്ല എന്ന ബോധ്യം തനിക്കുണ്ടായി എന്ന രീതിയിലുള്ള വലിയ ഒരു ആശങ്ക പങ്കുവെക്കുകയുണ്ടായി. കോടതി വിധിയുടെ ഹൈപ്പിൽ വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ നടക്കുന്നതിനിടെയാണ് അതിജീവിത വ്യക്തമായി തൻ്റെ നിലപാട് സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ വ്യക്തമാക്കുന്നത്. 8ാം പ്രതിയുടെ അപ്രമാദിത്വത്തോടു കൂടിയുള്ള തിരിച്ചുവരവിൻ്റെ ഭാഗമായി 20 വർഷം ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതി ഒരു വീഡിയോ സന്ദേശം പുറത്തുവിട്ട് അതിജീവിതയെ അങ്ങേയറ്റം അപഹസിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ, ആ വീഡിയോ പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് ആ പ്രതി ജയിലിലേക്ക് പോകുന്നത്. ഇതൊക്കെ വലിയ ഒരു നാടകത്തിൻ്റെയും സ്ക്രിപ്റ്റിൻ്റെയും ഭാഗമാണ്. വലിയ രീതിയിൽ അത് ഷെയർ ചെയ്യപ്പെട്ടു. അതിനിടയിൽ മുഖ്യമന്ത്രി ഒരുക്കിയ ക്രിസ്മസ് വിരുന്നിലേക്ക് അതിജീവിത ക്ഷണിക്കപ്പെടുന്നു. അവിടെ അതിഥിയായി പങ്കെടുക്കുന്നു. ഗവൺമെൻറ് നടിയോടൊപ്പം നിൽക്കുന്നു എന്ന സന്ദേശം ലഭിച്ചതോടുകൂടി 8ാം പ്രതി ഇടതികൾ പാളുന്നതായി നാം കാണുന്നു. 8ാം പ്രതിയുടെ സിനിമ അതും വലിയ രീതിയിലുള്ള പരാജയം ഏറ്റുവാങ്ങുന്നു. അതിജീവിത ഇന്നലെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പബ്ലിഷ് ചെയ്തു. വൈകാരികമായ ഒരു പ്രതികരണമായിരുന്നു അത്. അവർ പറയുന്നത് എന്നെ ജീവിക്കാൻ അനുവദിക്കൂ എന്നാണ്. വിചാരണ കോടതി വിധിയുണ്ടാക്കിയ ഹൈപ്പിൻ്റെ വെളിച്ചത്തിൽ 8ാം പ്രതി കുറ്റവിമുക്തനായി ആഘോഷിക്കപ്പെടാൻ വേണ്ടി തിരിച്ചുവരവിന് വേണ്ടി അതിജീവിതയെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്നതിൻ്റെ ഭാഗമായിരുന്നു ആ സ്ക്രിപ്റ്റഡ് വീഡിയോ പുറത്തു വന്നതോടുകൂടെ അതിജീവിത ശക്തമായ നിലപാടുകൾ വ്യക്തമാക്കുകയാണ്. എന്താണ് ഞാൻ ചെയ്ത കുറ്റം? ഞാൻ മിണ്ടാതിരിക്കണമായിരുന്നോ? പോലീസിൽ പരാതിപ്പെട്ടതാണോ എൻ്റെ തെറ്റ്? അന്നേ സംഭവിച്ചതെല്ലാം വിധിയാണെന്ന് മനസ്സിലാക്കി സമാധാനിച്ച് ആരോടും മിണ്ടാതെ പറയാതെ ഇരിക്കണമായിരുന്നു. പിന്നീടെപ്പോഴെങ്കിലും ആ വീഡിയോ പുറത്തു വരുമ്പോൾ എന്തുകൊണ്ട് അന്നേ പോലീസിൽ പരാതിപ്പെട്ടില്ല എന്ന് കുറ്റപ്പെടുത്തുന്നവരോട് എന്ത് മറുപടി പറയണമെന്നറിയാതെ ആത്മഹത്യ ചെയ്യണമായിരുന്നു. 20 വർഷം ശിക്ഷ വിധിക്കപ്പെട്ട ഒരു പ്രതി ജയിലിൽ പോകുന്നതിന് മുമ്പ് ഒരു വീഡിയോ പുറത്തുവിട്ടത് കണ്ടു. ഇത്തരം വൈകൃതങ്ങൾ പറയുന്നവരോടും പ്രചരിപ്പിക്കുന്നവരോടും പറയാനുള്ളത് നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലുള്ളവർക്കും ഈ അവസ്ഥ വരാതിരിക്കട്ടെ. ഞാൻ ഇരയുമല്ല അതിജീവിതയുമല്ല, മനുഷ്യനാണ്. ജീവിക്കാൻ അനുവദിക്കൂ. അതിവൈകാരികമായ ഒരു കുറിപ്പാണ് പോസ്റ്റ് ഷെയർ ചെയ്യുന്നതോടുകൂടി 8ാം പ്രതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ക്യാമ്പയിൻ വീണ്ടും പരാജയപ്പെട്ടിരിക്കുകയാണ്. നീതിക്ക് വേണ്ടിയുള്ള അവളുടെ പോരാട്ടത്തിനൊപ്പം അവൾക്കൊപ്പം നിൽക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.